ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ഇന്ന് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടാർഗറ്റ് നാളെ എക്സ്പെക്ട് ചെയ്യാം. 22,000 അല്ലെങ്കിൽ 21,970 ആ ഒരു റേഞ്ചിലേക്ക് വന്ന് ചിലപ്പോൾ ഈ ഒരു ഇയർ ഇതൊരു നല്ലൊരു ഗുഡ് അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കും അല്ലേ. സോ നമുക്ക് നാളെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്പിന്നിങ് ടോപ്പ് ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ബട്ട് ഓവറോൾ ആയിട്ട് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻസസ് 372 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. നിഫ്റ്റി 21,800 എക്സ്പയറി ഡേയിൽ ക്ലോസ് ആയിട്ടുണ്ട്. So Nifty 50 21,778 and Bank Nifty 48,508. Top gainer ആയത് കോൾ ഇന്ത്യ, ബിഗസ്റ്റ് ഗെയിനർ ആയത്, ബിഗസ്റ്റ് ലൂസർ ആയത് അദാനി എൻ്റർപ്രൈസസ്. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി എനർജി സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറും ആകുന്നു. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്കാണ് BBTC, ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ. ഈ ഒരു സ്റ്റോക്ക് പറയാൻ കാരണം ഈ സ്റ്റോക്ക് 2 ദിവസത്തിൽ തന്നെ 16% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ടാർഗറ്റ് ഹിറ്റായി എന്ന് തന്നെ പറയാം. 1,510 റുപ്പീസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 1,340 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോൾ 1,510 വരെ എത്തിക്കഴിഞ്ഞു. സോ 2 ഡേയ്സിൽ തന്നെ ടാർഗറ്റ് ഹിറ്റായ സ്റ്റോക്കാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1,850. നെക്സ്റ്റ് വരുന്നത് സൊണാറ്റോ സോഫ്റ്റ്വെയർ. സൊണാറ്റോ സോഫ്റ്റ്വെയർ ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവേഴ്സലായിട്ട് അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ദിലീപ് ബിൽഡ്കോൺ 393 വന്നു കഴിഞ്ഞു. 400 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 500 വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ KPIT ടെക്നോളജീസ്, ആ ഒരു സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്യുന്നു. സൈഡ് വേസിലാണ് പോയത്, ട്രേഡ് ഒന്നും കിട്ടിയില്ല. പിന്നെ അതുപോലെ മെട്രോ ബ്രാൻഡ്സ്, ഈ ഒരു സ്റ്റോക്കും വെയിറ്റ് ചെയ്യുക, ഇതും വലിയ മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ല മൂവ്മെൻറ്റ് നിന്ന 2 സ്റ്റോക്ക് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഒന്ന് ബോംബെ ബർമ സ്റ്റോക്കും ദിലീപ് ബിൽഡ്കോണുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു ഡിസ്ക്ലെയിമർ എടുത്ത് പറയുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ നിങ്ങളും കൂടി സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള കോൾ ഇന്ത്യ തന്നെ പറയാം. കോൾ ഇന്ത്യയൊക്കെ ലാസ്റ്റ് വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. 381 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താലും 450 വരെ പോകാൻ സാധ്യതയുണ്ട്. 18 to 21% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് കെസ്കോർപ്പ്. സോ കെസ്കോർപ്പ് 523 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ 525 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 640 വരെ പോകാൻ സാധ്യതയുണ്ട്. 22% വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ലീഡിംഗ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡറാണ്. എസ്പെഷ്യലി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കെസ്കോർപ്പ് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വരുന്ന സെഗ്മെൻറ്റിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. ഗ്ലോബൽ സ്റ്റാഫിംഗ് കമ്പനിയാണ് ടോപ്പ് 50ൽ. ദെൻ തേർഡ് സ്റ്റോക്ക് ഹിപ്ക ലബോറട്ടറീസ്. സോ ഹിപ്ക ലബോറട്ടറീസ് 1100 ട്രേഡ് ചെയ്യുന്നു. 1350 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ 21% റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫാർമസ്യൂട്ടിക്കലിൽ ലാസ്റ്റ് പ്ലേസിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്ന, ടെക്നിക്കലി നല്ല ബ്രേക്ക്ഔട്ട്, ഇന്ന് തന്നെ 3.84% ഉയർന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് GMM പിഫ്ലാഡർ. സോ ഈ സ്റ്റോക്ക് 1640 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 1650 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1900 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ബോറോസിൽ റിന്യൂവബിൾസ്. സോ
ഈ ഒരു പാറ്റേൺ ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് മെയിൻലി മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഗ്ലാസ് ആൻഡ് ഗ്ലാസ് പ്രോഡക്ട്സിൽ 437 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3.20% ഇന്ന് ഉയർന്നിട്ടുണ്ട്. സോ 450 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 580 വരെ 580 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 26-27% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് MTAR ടെക്നോളജീസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കല്ല, റിവേഴ്സൽ സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ടാർഗറ്റ് 2 months വരെയൊക്കെ ആയേക്കാം അത് എത്തിച്ചേരാനായിട്ട്. ഒരു ബിഗ് ടാർഗറ്റാണ്. സോ 3000 വരെ പോകാൻ സാധ്യതയുണ്ട്. 36% റിട്ടേൺസ് കിട്ടും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഉടനെ ആ ഒരു ടാർഗറ്റിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. 1 month ആകാം, ചിലപ്പോൾ 2 month ആയെന്ന് ഇരിക്കാം. ബട്ട് ഷുവറായിട്ടും ആ ഒരു ടാർഗറ്റിൽ എത്തിപ്പെടും. നല്ലൊരു റിവേഴ്സൽ സ്റ്റോക്കാണ്. എഞ്ചിനീയറിംഗ് സെക്ടറിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു MTAR ടെക്നോളജീസ്. മെഷീൻ എക്യുപ്മെൻറ്റ്, അതുപോലെ സ്പെയർ പാർട്സ്, എയറോസ്പേസ്, ഡിഫൻസ്, ഇതിലൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ 6 സ്റ്റോക്കിലാണ് ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ട്, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ സ്ട്രാറ്റജിക്കൽ വീഡിയോസ്, ടെക്നിക്കൽ സ്ട്രാറ്റജീസ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.